ആയിഷ ചേച്ചി, നിങ്ങൾ 15 വർഷം ഈ പാർട്ടിയിൽ നിന്നിട്ട് നിങ്ങൾ ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും തിരിയൂലല്ലോ, നിങ്ങൾ ഒന്നും പഠിച്ചില്ലല്ലോ. ഈ പാർട്ടി ഇത് പാർട്ടി വേറെയാണ്, നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര വലിയ പാർട്ടിയാണ്. നിങ്ങൾക്കിത് പറഞ്ഞാൽ ഒട്ടും അങ്ങോട്ട് തിരിയൂല. നിങ്ങൾക്ക് തിരിയാത്തതിന് നിങ്ങൾ 15 വർഷം നിന്നിട്ട് ഒരു പ്രാവശ്യം പോലും പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്തോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ പരിപാടി, നിങ്ങൾ ഈ വികസനം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വീടും പിന്നെ ബസ് സ്റ്റാൻഡോ ഇതൊക്കെ വികസിപ്പിക്കാൻ നിങ്ങൾ ഒരു പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്തോ? നിങ്ങൾ ഏതെങ്കിലും ഒരു യോഗത്തിൽ പങ്കെടുത്തോ? ഈ പങ്കെടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചേച്ചി അനിയൻ കളിയൊന്നും വരത്തില്ലായിരുന്നു. EMSന്റെ കാലം മുതൽ നമ്മൾ പറയുന്നതല്ലേ, കൂടെ നിൽക്കുന്നവർ വർഗ സിദ്ധാന്തക്കാർ, മാറി നിൽക്കുന്നവർ വർഗശത്രുക്കൾ, കൂടെ നിന്നിട്ട് അങ്ങോട്ട് മാറിപ്പോയാൽ വർഗശത്രു, വർഗവഞ്ചകൻ, വിട്ടിട്ട് പോയ വർഗശത്രു. അതായത് നമ്മളിൽ കൂടെ നിന്നിട്ട് സാധാരണ ആളുകൾ പോയാൽ വർഗശത്രു, കാര്യം വലിയ കുഴപ്പമൊന്നുമുള്ള ആളല്ല, ചെറിയ ആളാണ് പോയത്. കുറച്ചുകൂടെ ഉയർന്ന ആൾ പോയാൽ വർഗവഞ്ചകൻ, നിങ്ങളെപ്പോലെയുള്ള ഉയർന്ന ആളുകൾ പോയാൽ വർഗവഞ്ചക. അത് എല്ലാത്തിലും നമ്മൾ ഉണ്ടാക്കിയില്ലേ, സാഹിത്യത്തിലുണ്ടാക്കി. പുരോഗമന സാഹിത്യം, അധോഗമന സാഹിത്യം. നമ്മളെ കൂടെ നിന്ന് പുസ്തകം എഴുതുന്നവര് പുരോഗമനക്കാര്, നമ്മളെ കൂടെ നിന്ന് പുസ്തകം എഴുതാത്തവര് അധോഗമനക്കാര്. വായനയുടെ രാഷ്ട്രീയം, പിന്നെ നമുക്ക് അനുകൂലമായി വായിക്കുന്നവർ നമ്മുടെ ആളുകൾ. രാഷ്ട്രീയത്തിന്റെ വായന എന്തൊക്കെ ഉണ്ട് ടീച്ചറെ, ഐഷ ചേച്ചി, എന്തൊക്കെയുണ്ട്. വായനയുടെ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിന്റെ വായന, അക്ഷര ലാൽസലാം, എന്തൊക്കെയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നോ? വളരെ കഷ്ടമാണ്. നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ സുന്ദരൻ, സുമുഖൻ, സുന്ദരി, സുമുഖ, അത് കൊള്ളത്തരം കാണിച്ചാലും തെമ്മാടിത്തരം കാണിച്ചാലും ശബരിമല അയ്യപ്പന്റെ സ്വത്ത് മോട്ടിച്ചാലും പിന്നെ അടിച്ചു മാറ്റിയാലും, ഇപ്പൊ കണ്ടില്ലേ വിനോയ് വിശ്വം KP ശങ്കരദാസിനെ വെളുപ്പിച്ചെടുക്കണില്ലേ? KP ശങ്കരദാസിന് സുഖമില്ല, അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അദ്ദേഹത്തിന് പക്ഷാഘാതമാണ്, ബോധമില്ല, സംസാരിക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് കാരുണ്യത്തിന്റെ ഭാഗത്ത് കൊടുക്കാൻ പറ്റും. ഒരു മനുഷ്യന് സുഖമില്ലാതായാൽ, 19 വയസ്സ് കഴിഞ്ഞ ഒരാളിന് സുഖമില്ലാതായാൽ കാരുണ്യം തന്നെ നമ്മൾ കൊടുക്കണം. ഹോസ്പിറ്റലിൽ നല്ല ചികിത്സ കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ ഒരു നോട്ടീസ് പോയപ്പോൾ നമ്മളെ വിനോയ് വിശ്വം സാർ വന്ന് നിന്ന് ഉരച്ച് കഴിവുന്നുണ്ടോ? ഇത് ചേച്ചിക്ക് മനസ്സിലാവൂല. അതുപോലെ തന്നെ പത്മകുമാർ അവിടെ കിടക്കുന്നു, പത്മകുമാറിന് കുറ്റപത്രം എഴുതി 90 ദിവസമായിട്ടും ജാമ്യം കിട്ടാതിരിക്കുമ്പോഴും നമുക്കിവിടെ നേരം വെളുത്തില്ല, നമുക്ക് തിരിയൂല. ഇതാണ് പാർട്ടി, ഇത് മനസ്സിലാക്കണം. വാസു കിടക്കുന്ന കണ്ടോ, വിജയകുമാറിനെ പുറത്താക്കിയോ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന്? നമ്മൾ പുറത്താക്കില്ല. അതേസമയം വിജയകുമാർ ഇതൊരു മാരകമായ തെറ്റാണോ ജയിലിൽ ഇങ്ങനെ തെമ്മാടിത്തരം കാണി? അതിനേക്കാൾ വിജയകുമാറോ പത്മകുമാറോ അല്ലെങ്കിൽ വാസുവോ വേറെ പാർട്ടി പോയിരുന്നെങ്കിൽ പോണേന് മുമ്പേ പുറത്താക്കി, അതുപോലെ തന്നെ വർഗവഞ്ചകന്മാരായി മാറിയന്. ഇതാണ് ഇതിൻ്റെ ഒരു ഘടന. ഈ ഘടന നിങ്ങൾ പഠിക്കണം. ഈ ഘടന നിങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ പാർട്ടിക്കകത്ത് പാർട്ടിയോട് കള്ളം പറഞ്ഞു, അസുഖമില്ലാതെ അസുഖമാണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കാർ വേണമെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ചേച്ചി എങ്ങനെയൊന്നും പറയാൻ പാടില്ല. അനിയനോട് നിങ്ങൾ നേരിട്ട് പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൊതിക്കറിവോ സ്ഥാനമോ മാനോ വേണമെങ്കിൽ പറയണ്ടായിരുന്നോ? നിങ്ങളൊന്നും പറഞ്ഞില്ല. ഈ പാർട്ടിയെ നിങ്ങൾക്ക് അറിയത്തില്ല. പറഞ്ഞാൽ മാത്രം കിട്ടുന്ന പാർട്ടിയല്ല. പണ്ട് കാലത്തായിരുന്നു അർഹതയുള്ളവർക്കെല്ലാം കൊടുക്കുകയൊക്കെ. ഇപ്പൊ അങ്ങനെയാണോ ചേച്ചി? ഇതിനകത്ത് നല്ല ഗ്രൂപ്പില്ലേ, ഇതിനകത്ത് ഒരുപാട് സംവിധാനങ്ങളില്ലേ? ഇതൊന്നും ചേച്ചി പഠിക്കാത്തെന്താണ്? ചേച്ചി ഇതൊന്നും അതാ പറഞ്ഞ, ചേച്ചിക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു കാര്യവും തിരിയില്ല എന്നുള്ളതാണ് വിഷയം. ഇതിനകത്ത് കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മൾ നമ്മുടെ വർഗ സുഹൃത്തായിട്ടും അദ്ദേഹം തന്നെ ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹം 4 ദിവസം വരാതിരുന്നാൽ, ഇപ്പൊ CKP പത്മനാഭൻ, MM ലോറൻസ്, എത്ര പേര്, KR ഗൗരിയമ്മ വർഗവഞ്ചകയല്ലേ? അവർ വേറൊരു പാർട്ടിയിലാണ് പോയത്, എന്നാലും വർഗവഞ്ചകനാണ്. CPM നിന്ന് മാറി CPIയിൽ പോയാലും വർഗവഞ്ചകനാണ്. CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, എന്നാലും വർഗവഞ്ചകനാണ്. RSP പോയാലും. ഇനി മുന്നണിയിൽ നിന്നാൽ മിടുക്കൻ, മുന്നണിയിൽ നിന്ന് പോയാൽ പരനാറി. ഏത് നമ്മുടെ പ്രേമേന്ദ്രൻ, പരമചെറ്റ, അങ്ങനെയുണ്ടല്ലോ. നിന്നാ മിടുക്കൻ, പോയപ്പോ പരനാറി, വർഗവഞ്ചകൻ. അപ്പൊ ഇതാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മുടെ കൂടെ നിന്നാൽ എന്തും ചെയ്യാം, എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. പെണ്ണ് കേസിൽ നിൽക്കുന്ന എത്ര പേര്, മുകേഷ് അടക്കമുള്ള എത്ര പേരാണ് അകത്തുള്ളത്. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ കൂടെ ഉണ്ട് ഒരാൾ, അതേ ചെയ്തിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഒരുപാട് പ്രാവശ്യം കേസിൽപ്പെട്ട ആളല്ലേ. എത്ര കേസിൽപ്പെട്ട് പുറത്താക്കി, പിന്നെ അകത്താക്കി, പിന്നെ പുറത്താക്കി, പിന്നെ അകത്താക്കി, ഇപ്പം മുഖ്യമന്ത്രിയുടെ കൂടെ ആക്കി. പാലക്കാടുള്ള ശശി, PK ശശി, KTDCയിലെ ചെയർമാനല്ലേ ആക്കിയത്. കേസ് എന്താണ്? പെണ്ണ് കേസല്ലേ. ഗോപി കോട്ടമുറിക്കൽ പെണ്ണ് കേസല്ലേ. അപ്പൊ കൂടെ നിന്ന് നമ്മൾ രക്ഷിക്കും, അത് വേറെ കാര്യം. കൂടെ നിന്ന് തെറ്റ് ചെയ്തോണം, നമ്മൾ രക്ഷിക്കും. ഒരു കാരണവശാലും പുറത്തു പോകരുത്, മതിയാക്കരുത്. പുറത്ത് പോയാൽ മതിയാക്കിയാൽ ഞങ്ങൾ പേരിടും വർഗവൻ. തോമസ് ഐസക്കൊക്കെ ചോദിക്കുന്നില്ല, കൂടെ നിൽക്കുമ്പോൾ മിടുക്കർ, കൂടെ നിന്ന് തെമ്മാടിത്തരം കാണിച്ചൂടെ?
എന്തിനാണ് നിങ്ങൾ പുറത്തു പോയി നല്ലവരാവാൻ പോകുന്നത്? കൂടെ നിൽക്കുക, വർഗവഞ്ചകരാവാതിരിക്കുക. പുറത്തു പോയാൽ വർഗവഞ്ചകൻ. ഇത് എല്ലാ തലത്തിലുമുണ്ട്. കോളേജിലുണ്ടല്ലോ, SFIയിൽ ജോലി ചെയ്താൽ, SFIയിൽ പ്രവർത്തിച്ചാൽ മിടുക്കൻ, SFIയിൽ ഇല്ലെങ്കിൽ തല്ല് കിട്ടും. നാട്ടിലിട്ടും കിട്ടും, കോളേജിലിട്ടും കിട്ടും, രണ്ടിടത്തിട്ടും കിട്ടും. ഓഫീസിൽ പോയാൽ NGO യൂണിയനിൽ ചേർന്നില്ലെങ്കിൽ പീഡനം കിട്ടും. പിരിവ് കൊടുത്തില്ലെങ്കിൽ പിന്നെയും പീഡനം കിട്ടും. ദേശാമാന് പത്രം വരുത്തിയില്ലെങ്കിൽ വീണ്ടും പീഡനം കിട്ടും. പാർട്ടി പരിപാടിക്ക് പോകാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മ, ജില്ല ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഒരു പാവപ്പെട്ട അമ്മ തൊഴിലുറപ്പിൻ്റെ സമരത്തിന്, കേന്ദ്ര ഗവൺമെന്റിനെതിരെ തൊഴിലുറപ്പിൻ്റെ സമരം ചെയ്തപ്പോൾ അവർക്ക് പനിയായതുകൊണ്ട് അവർ പോയില്ല. അമ്മയ്ക്ക് ഇപ്പോൾ ജോലിയില്ല. പഞ്ചായത്തിൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. തൊഴിലുറപ്പിൻ്റെ സമരം, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തപ്പോൾ ഇവിടെ ഇടതുപക്ഷ CPMന്റെ യൂണിയൻ സമരം ചെയ്യുമ്പോൾ അമ്മ പോണ്ടേ? ആ ചേച്ചി പോയില്ല. ചേച്ചിക്ക് ജോലിയില്ല. ചേച്ചി പഞ്ചായത്ത് ഓഫീസിൽ പോയി കിടന്ന് നിലവിളിക്കുന്നു. കണ്ണൂരിൽ ഒരു ചേച്ചി ഇതുപോലെ, പിന്നെ ഒരു ഓട്ടോ ഡ്രൈവർ ഇതുപോലെ ബഹളം ഉണ്ടാക്കിയ സ്ത്രീ, അവരെ വീട്ടിലെ കിണറിൽ മലം കൊണ്ടിടുക, പിന്നെ നശിപ്പിക്കുക, ചത്ത പൂച്ചയെ കൊണ്ടിടുക. അവരവസരം നാട് വിട്ടുപോയി. അവിടെ നിന്ന് ഊര് വിലക്കും, വെട്ടിക്കൊല്ലും. ഞങ്ങളെ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി മാത്രം മതി, പാർട്ടിക്കാരും മതി. ഞങ്ങൾ പറയും എല്ലാ കാര്യവും. വേറെ എല്ലാവരും മണ്ടന്മാരും മന്ദബുദ്ധികളുമാണ്. ഞങ്ങൾ മിടുക്കന്മാരും മിടുമിടുക്കന്മാരും. ഞങ്ങൾ പറയും അതുവരെ. വികസനവും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഹോട്ടൽ നടത്തും. ഞങ്ങൾ ആളുകൾ കുടുംബശ്രീ നന്നാക്കും. എല്ലാം ഞങ്ങൾ നന്നാക്കും. വേറൊരാൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വേറൊരാളിനൂടെ സ്പേസുമില്ല. ഞങ്ങൾ കൂടെ നിന്നാൽ നിങ്ങൾക്ക് എന്ത് വേണോ കിട്ടും. കൂടെ നിന്ന് തെമ്മാടിത്തരം കാണിച്ചാലും ഞങ്ങൾ കണ്ണടയ്ക്കും, ഞങ്ങൾ വെളുപ്പിച്ചെടുക്കും. അതാണല്ലോ നമ്മുടെ ഒരു മേഡം, മരിച്ചുപോയ വനിതാ കമ്മീഷൻ്റെ ഒരു മേഡം, ഞാൻ പേര് പറയുന്നില്ല, വനിതാ ചെയർമാൻ പറഞ്ഞത്, പാർട്ടിയാണ് കോടതി. അതെ, പാർട്ടിയാണ് കോടതി, പാർട്ടിയാണ് എല്ലാം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചേച്ചി എന്ത് ചേച്ചിയാണ് 15 വർഷം അതിനകത്ത് നിന്നിട്ട്. അതുകൊണ്ട് ചേച്ചി ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പുറത്ത് പോയിട്ടെങ്കിലും വല്ലപ്പോഴും ഇപ്പുറത്ത് വന്ന് രാത്രി ഈ സായാഹ്ന ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ചേച്ചി എന്താണ് ഈ പാർട്ടി എന്ന് പഠിക്കാൻ ഈ വയസ്സുകാലത്തെങ്കിലും, വയസ്സുകാലത്ത് പറഞ്ഞാൽ ചേച്ചിയെ കളിയാക്കുന്നവർ പറയുന്നല്ല, ഞാൻ വയസ്സുകാരെന്ന് പറയുന്നതല്ല, കളിയാക്കുക എന്ന് പറയുന്നത് ഈ വയസ്സുകാലത്തെങ്കിലും എന്താണ് പാർട്ടി എന്നുകൂടി മനസ്സിലാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതാണ് നല്ലത്. ക്ലാസ്സുകളിൽ ചേച്ചി പങ്കെടുക്കുക.